ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചിക്കനും മീനും ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരാണല്ലോ, അപ്പോൾ അതിനെ സംബന്ധിച്ച വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലെ ഇറച്ചിയൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇറച്ചി വാങ്ങിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇറച്ചിയായാലും മീനായാലും നമ്മൾ മിച്ചം വരുമ്പോഴത്തേക്കും നമ്മളത് ഫ്രീസറിൽ കയറ്റാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കയറ്റിയിട്ട് കുറച്ച് ദിവസം അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ഇറച്ചിക്ക് മീനിനൊന്നും വലിയൊരു ടേസ്റ്റ് വരത്തില്ല. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടണം. നമ്മൾ ഇത് കൊണ്ടുവന്ന് അങ്ങനെ അടച്ച് വെക്കരുത്. പകരം നമ്മൾ കണ്ട കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിനെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഇതുപോലെ തന്നെ മീനായാലും ഇപ്പൊ ഏത് മീറ്റ് ആയാലും ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇതിപ്പോ ഞാനിത് ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. ഇങ്ങനെ സൂക്ഷിച്ചാൽ ഒരു മാസത്തോളം അതേ ഫ്രഷ്നെസ്സോടെ ഇരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിപ്പോ ഐസ് മാറിയിട്ട് ഒരുപാട് ഐസ് മാറും മുമ്പ് ഈ മീറ്റൊക്കെ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പൊ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പം മീനായാലും ഇറച്ചിയായാലും ശരി തന്നെയാണ്. നമ്മൾ ഒരുപാട് ഐസ് പോയതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അത് കട്ട് ചെയ്താൽ നന്നായിരിക്കും. നമ്മളിപ്പോൾ പെട്ടെന്ന് ഐസ് പോകണമെന്നാണെങ്കിൽ തന്നെ ഇതൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം കുറച്ച് ഉപ്പുപൊടി വിതറി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐസും പോയി കിട്ടും. അപ്പം ആ ഐസ് പെട്ടെന്ന് ജോലി തിരക്കുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ 2 ടിപ്പ് നിങ്ങളൊന്ന് പ്രത്യേകം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.